ഹലോ, എനിക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ ഇൻറ്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നാളായെങ്കിലും എക്സാമിൻ്റെ റിസൾട്ട് വരാൻ കുറച്ചധികം സമയമെടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ എനിക്ക് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലാണ് ഇൻ്റർവ്യൂ ഉള്ളത്. ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇടുന്നത്. രാവിലെ തന്നെ എണീറ്റ് ഒന്ന് ചെറുതായിട്ട് കുളിച്ച് കണ്ണെഴുതി ഒട്ടും തൊട്ട് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയി. അത് നമ്മൾ നേരെ വണ്ടിയിലോട്ട് കയറി. മഴയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു പുറത്ത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയെങ്കിലും ഉടനെ തന്നെ നല്ല പോലെ മുടി വരുന്നുണ്ടായിരുന്നു. പോകുന്ന വഴി ഒന്ന് ഡീസൽ അടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. സാധാരണ ഞാൻ ടേബിൾ ഫാൻ്റെ മുമ്പിലിരുന്നിട്ടാണ് മുടിയൊക്കെ ഒന്ന് ഉണക്കാറ്. പക്ഷേ ഇന്ന് മുടി ഉണക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് വണ്ടിയിലിരുന്ന് ഉണങ്ങും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ പോകുന്നത്. പോണ വഴിക്ക് ചെറിയൊരു ആക്സിഡൻസ് ഒക്കെ കണ്ടു. അത് നമ്മളിത് എറണാകുളത്തുള്ള ലേക്ക് ഷോർ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. 1 ഹവറിൻ്റെ മേളിലുണ്ടായിരുന്നു ട്രാവൽ. അത് കഴിഞ്ഞ് നമ്മളിത് ലാസ്റ്റ് എത്തി. രാവിലെ വന്നതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു വന്നത്. തലേന്ന് രാത്രിയാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം അറിഞ്ഞത്. അതിന് മുടി ചെറുതായിട്ട് ഉണങ്ങിയതുകൊണ്ട് ഒന്ന് കൂട്ടിക്കെട്ടി വെച്ച് ഒതുക്കി കിട്ടി. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇൻ്റർവ്യൂവിന് കയറിയിട്ട് 3:30 മണിയായപ്പോഴാണ് ഇൻ്റർവ്യൂ കാര്യങ്ങളും കഴിഞ്ഞത്. 2 റൗണ്ട് ഉണ്ടായിരുന്നു. രണ്ടും കഴിഞ്ഞ് ഞങ്ങളോട് 1-2 പേരോട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വിശന്നിട്ട് പാടുണ്ടായില്ല. കാരണം രാവിലെ തൊട്ടേ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ടൽറീമി മന്തിയിൽ പോയി ഒരു മന്തി കഴിച്ചൊരു സ്ഥലം. പിന്നെയാണ് ഈ സമയത്ത് മൊത്തം എന്നെ നോക്കി ഹോസ്പിറ്റലിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര വയ്യായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയപ്പം റെയിൽവേ പാളത്തിലൊന്ന് ചെറുതായിട്ട് ബ്ലോക്ക് കിട്ടി. അത് കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.